ഹായ്, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് വരെ എനിക്ക് നൽകിയ എല്ലാ സപ്പോർട്ടിനും ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും നന്ദി പറയുന്നു. ഇന്ന് നമുക്ക് അലസമായ മനസ്സിനെ എങ്ങനെ നിയന്ത്രിക്കാം എന്നതിനെപ്പറ്റി മനസ്സിലാക്കാം. ഭഗവത്ഗീത അധ്യായം 6 ശ്ലോക 35. ശ്രീ ഭഗവാനുവാച അസംശയം മഹാബാഹോ മനോദുർനിഗ്രഹം ചലം അഭ്യാസേന തു കൗന്ദേയ വൈരാഗ്യേന ച ഗൃഹ്യതേ. വിവർത്തനം: ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു, ഹേ മഹാബാഹുവായ കുന്തിപുത്ര, നീ പറയുന്നത് ശരിയാണ്. മനസ്സിനെ നിയന്ത്രിക്കാൻ വളരെ പ്രയാസമാണ്. എന്നാൽ പരിശീലനത്തിലൂടെയും വൈരാഗ്യത്തിലൂടെയും അതിനെ നിയന്ത്രിക്കാൻ കഴിയും. അർജുനന്റെ അഭിപ്രായത്തിന് ശ്രീകൃഷ്ണൻ മറുപടിയായി അദ്ദേഹത്തെ മഹാബാഹോ എന്ന് വിളിക്കുന്നു. അതായത് ശക്തനായ ആയുധധാരി. അദ്ദേഹം സൂചിപ്പിക്കുന്നത്, അർജുന, യുദ്ധത്തിൽ ഏറ്റവും ധീരനായ യോദ്ധാക്കളെയാണ് പരാജയപ്പെടുത്തിയത്. നിനക്ക് മനസ്സിനെ പരാജയപ്പെടുത്താൻ കഴിയില്ലേ എന്നാണ്. അർജുന, നീ എന്ത് വിഡ്ഢിത്തമാണ് പറയുന്നത്? മനസ്സിനെ വളരെ എളുപ്പത്തിൽ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകൃഷ്ണൻ പ്രശ്നം നിഷേധിക്കുന്നില്ല. മറിച്ച് മനസ്സിനെ നിയന്ത്രിക്കാൻ പ്രയാസമാണെന്ന അർജുനന്റെ പ്രസ്താവനയോട് അദ്ദേഹം യോജിക്കുന്നു. എന്നിരുന്നാലും ലോകത്ത് നിരവധി കാര്യങ്ങൾ നേടാൻ പ്രയാസമാണ്. എന്നിട്ടും നമ്മൾ ധൈര്യപ്പെട്ട് മുന്നോട്ടു പോകണം. എക്സാമ്പിൾ: കടൽ അപകടകരമാണെന്നും ഭയങ്കരമായ കൊടുങ്കാറ്റുകളുടെ സാധ്യത നിലനിൽക്കുന്നുണ്ടെന്നും നാവികർക്ക് അറിയാം. എന്നിരുന്നാലും കരയിൽ തന്നെ തുടരുന്നതിന് ആ അപകടങ്ങളെ മതിയായ കാരണങ്ങളായി അവർ ഒരിക്കലും കണ്ടെത്തിയിട്ടില്ല. അതിനാൽ വൈരാഗ്യത്തിലൂടെയും അഭ്യാസത്തിലൂടെയും മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് ശ്രീകൃഷ്ണൻ അർജുനന് ഉറപ്പു നൽകുന്നു. വൈരാഗ്യം എന്നാൽ വേർപിരിയൽ എന്നാണ് അർത്ഥമാക്കുന്നത്. മനസ്സ് അതിൻ്റെ ആസക്തിയുടെ വിഷയങ്ങളിലേക്ക്, മുൻകാലങ്ങളിൽ അത് ശീലമാക്കിയ ദിശയിലേക്ക് ഓടുന്നതായി നാം നിരീക്ഷിക്കുന്നു. ആസക്തിയുടെ ഉന്മൂലനം മനസ്സിൻ്റെ അനാവശ്യമായ അലഞ്ഞുതിരിയലുകളെ ഇല്ലാതാക്കുന്നു. അഭ്യാസം എന്നാൽ പരിശീലനം, അല്ലെങ്കിൽ പഴയ ഒരു ശീലം മാറ്റാനോ പുതിയത് വളർത്തിയെടുക്കാനോ ഉള്ള ഏകീകൃതവും നിരന്തരവുമായ ശ്രമം എന്നാണ് അർത്ഥമാക്കുന്നത്. സാധകർക്ക് പരിശീലനം വളരെ പ്രധാനപ്പെട്ട ഒരു പദമാണ്. മനുഷ്യ പരിശ്രമത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രാവീണ്യത്തിലേക്കും മികവിലേക്കും വാതിൽ തുറക്കുന്ന താക്കോലാണ് പരിശീലനം. ഷാഢ്യവും പ്രക്ഷുബ്ധവുമായ മനസ്സിനെ അഭ്യാസങ്ങളിലൂടെയും പരമാത്മാവിൻ്റെ പാദങ്ങളിൽ വിശ്രമിക്കാൻ പ്രേരിപ്പിക്കണം. മനസ്സിനെ ലോകത്തിൽ നിന്ന് അകറ്റുക, ഇതാണ് വൈരാഗ്യം. മനസ്സിനെ ദൈവത്തിൽ സ്ഥിരപ്പെടുത്തുക, ഇതാണ് അഭ്യാസം. താങ്ക് യു സോ മച്ച്. തമ്പുരാൻ നിങ്ങൾക്ക് ധാരാളം ആയുസ്സും ആരോഗ്യവും സമ്പത്തും സമൃദ്ധിയും അറിവും തന്ന് രക്ഷിക്കട്ടെ എന്ന് മനസ്സിൻ്റെ ഉള്ളിൽ നിന്നും പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്.